ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ കണ്ടത് വല്ല കള്ളന്മാരെ കൊലപാതകളൊക്കെ ആയിരിക്കും. അതുകൊണ്ടാ എന്നെ കണ്ടപ്പോ പേടിച്ചു മാറിയത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ഏട്ടനെ കണ്ടപ്പോ കള്ളന്മാരും കൊലപാതകങ്ങളും ഭയന്ന് മാറിയെന്നല്ലേ പറഞ്ഞേ? അതെന്തിനായിരിക്കും? ഒരു ഭാഗത്ത് കടല്, ഒരു ഭാഗത്ത് മലനിരകൾ. പാറയുടെ മുകളിൽ ഏറി നിൽക്കുമ്പോ എത്ര മനോഹര. അല്ല ജഗൻ, വന്ദന എവിടെ? അവളവിടെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിൽക്കുക. ഞാൻ ജഗനാങ്കളിനെ തിരക്കി എവിടേക്ക് പോയെന്നറിയോ? തീയമോള് ഗോകുലായിട്ട് കളിക്കുന്നത് കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വന്ന് നോക്കിയപ്പോ ഗോകുൽ ഇതാ ഇവിടെ നിൽക്കുന്നു. ദേ, ഒറ്റക്കൊറ്റക്കുള്ള കളിയൊന്നും വേണ്ട കേട്ടോ, പറഞ്ഞേക്കാം. അല്ല, നിങ്ങൾ കാവിലേക്ക് പോകാറിയാണോ? അതെ. എന്നാ പോവാം. എല്ലാവരും അവിടെ കാവിലേക്ക് പോകാൻ പുറപ്പെട്ട് നിൽക്കുക. നിങ്ങളെ വെയിറ്റ് ചെയ്ത് അവരഭാഗത്ത് നിൽക്ക. ഇനി സമയം കളയണ്ട, ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി കാവിലേക്ക് പോവാം. പോവാം. അവരെല്ലാം കാവിലേക്കാ. ദിയ അവിടെ വന്ന് ചേരും. അവിടെ വെച്ച് നമുക്ക് അവളെ പൊക്കാം. നീ വാ. അച്ഛനും അമ്മയ്ക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു മോളെ. ആയുരാരോഗ്യ സൗഖ്യങ്ങളോടെ ഇനിയും വളരെ കാലം ജീവിച്ചിരിക്കട്ടെ. ദേവിയും നാഗദേവങ്ങളും കാടും പ്രകൃതിയും ഒക്കെ ആയിട്ട് ഈ ആണ്ടത്തെ വിവാഹ വാർഷികം വേറിട്ടൊരു അനുഭവമായി. ഈ അനുഭവം പങ്കിടാൻ നമുക്കൊപ്പം അമ്മയില്ലല്ലോ എന്നൊരു സങ്കടമുണ്ട്. വിഷമിക്കാതെ മാധവേട്ട, അമ്മ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് എഴുന്നേക്കും. അതിനുള്ള വഴിപാടുകൾ നടത്തുന്നുണ്ട്.
ഈ കാവിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അതെ, ആ ഞങ്ങള് കുറച്ച് അകലെയെന്നാ ഈ കാവൻ ക്ഷേത്രമൊക്കെ കണ്ട് പ്രാർത്ഥിക്കാൻ വന്നതാ. നന്നായി. വിളിച്ചാ വിളി കേൾക്കുന്ന നാഗര. ഇഷ്ട വഴിപാടുകൾ നടത്തിയാൽ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ സാധ്യമാവും. തിരുമേനി, ഇവിടെ എന്റെ ഇളയ മകളാണ് വർഷ. വർഷയുടെ വയറ്റിൽ കിടന്ന കുഞ്ഞു നഷ്ടപ്പെട്ടു. ഞങ്ങളിപ്പോ അതിന്റെ ഷോക്കിലും വിഷമത്തിലും ഒക്കെയാ. അവൾക്ക് അതിൽ നിന്നും ഒരു മോചനം കിട്ടാൻ, ഒരു പുതിയ ജീവിതം കിട്ടാൻ എന്ത് വഴിപാടാ ചെയ്യേണ്ടത്? ദേവിക്ക് പൂമൂടലും നാഗർക്ക് നാഗപൂജയും. അതാണ് ഇവിടത്തെ പ്രധാന വഴിപാട്. ഇതിനുള്ള സാമഗ്രികളൊക്കെ എവിടുന്നാ സംഘടിപ്പിക്കേണ്ടത്? അതൊന്നും നിങ്ങൾ അറിയണ്ട. കൗണ്ടറിൽ പണം അടച്ചാൽ മതി, എല്ലാം ഇവിടുന്ന് തരും. പൂമൂടല് 5000 രൂപ, നാഗർ പൂജ 1000 രൂപ, മൊത്തം 6000 രൂപയാകും. പണം ഒരു പ്രശ്നമേ അല്ല. ഇപ്പൊ തന്നെ അടച്ചേക്കാം. ഈ 2 വഴിപാടുകളും നടത്തണം.